പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഒരു ദിവസം അയോധ്യ നഗരത്തിലെ രാജവീഥികളിലൂടെ പാട്ടുപാടി നടക്കുന്ന കുശീലവ സഹോദരന്മാരെ ഭരതാഗ്രജനായ ശ്രീരാമചന്ദ്രൻ കണ്ടു. അരമനയിലേക്ക് ആനയിച്ച് മാനിച്ചു. അമാത്യ പ്രമുഖന്മാരോടും ഉപാധ്യായന്മാരോടും സഹോദരന്മാരോടും ഒന്നിച്ച് സ്വർണസിംഹാസനത്തിൽ രാജകീയ സഭയിൽ ഇരുന്ന് അരുളുന്ന മഹാപ്രഭു ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഭരതൻ എന്നീ അനുജന്മാരോട് പറഞ്ഞു: ദേവതുല്യരായ ഈ കുമാരന്മാർ മനോഹര പദാർത്ഥങ്ങളോടുകൂടിയ കാവ്യത്തെ മധുരമായി പാടുന്നത് കേൾക്കുക. ശ്രീരാമ നിർദ്ദേശം ശിരസാവഹിച്ച് വീണമീട്ടി അനാദത്തിന് തുല്യമായ ശബ്ദത്തിൽ കുശലവന്മാർ പാടുവാൻ തുടങ്ങി. ആ സദസ്സിൽ സന്നിഹിതരായവരുടെ ഹൃദയവും മനസ്സും സുഖസുന്ദരമായ ഗാനത്തിൽ അലിഞ്ഞു. ഈ മുനികുമാരന്മാർ രാജലക്ഷണ സമന്വിതരായിട്ടാണല്ലോ കാണുന്നത്. മഹാനുഭവചരിതം, അർത്ഥഗാംഭീര എഴുന്ന കാവ്യം ഐശ്വര്യാഭിവൃദ്ധികരമാണ്. തീർച്ച ഉത്തമ രാജപുരുഷന്മാരുടെയും മറ്റും ഹൃദയം മന്ത്രിച്ചു. നിർദ്ദേശമനുസരിച്ച് ഗാനം ആരംഭിച്ചു. തപോവേഷധാരികളായ കുമാരന്മാരെ വികസിച്ച നേത്രങ്ങളാൽ ശ്രീരാമചന്ദ്രൻ അവലോകനം ചെയ്തു. ശുൽപ്പി പാസാദികളിൽ ദുഃഖിതനായ ഒരുവന് ഹൃദ്യങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്ന പോലെ മഹാപ്രഭുവടക്കം എല്ലാവരുടെയും മനസ്സിനെ കുശലവഗാനം വശീകരിച്ചു. സദസ്സ് മുഴുവൻ നിശബ്ദമായി ശ്രദ്ധിച്ചു. ബ്രഹ്മസൃഷ്ടിയിൽ ഒന്നാമത്തെ രാജാവായ സകരൻ മഹാസാഗരങ്ങൾ നിർമ്മിച്ച സകരത നയന്മാർ, സർവലോകത്തിലും അനശ്വര യശസ് സമ്പാദിച്ച ഭഗീരഥൻ തുടങ്ങിയ നരേന്ദ്രന്മാർ ഇക്ഷ്വാകു കുലജാതരാണ്. ആ വംശത്തിൽ ജനിച്ച മഹാത്മാവിൻ്റെ ശ്രേഷ്ഠമായ ആഖ്യാനമാണ് സുപ്രസിദ്ധമായ രാമായണം. ധർമ്മം, അർത്ഥം, കാമം എന്നീ പുരുഷാർത്ഥങ്ങളെ വിശദമാക്കുന്ന ഈ ചരിതം കേൾക്കേണ്ട ഒന്നാണ്. ആദ്യം മുതൽക്കേ ശ്രദ്ധിക്കണം. അസൂയ ലേശം ഇയലാത്ത ഹൃദയത്തോടു കൂടിയുള്ളവർക്കേ ഇതിന് അധികാരവുമുള്ളൂ. സരയൂ നദി കൊണ്ട് നീലക്കര ചാർത്തിയ കോസല രാജ്യത്തിൽ ഐശ്വര്യ സമൃദ്ധമായ ജനപദങ്ങളും ലോക പ്രശസ്തി ആർജിച്ച അയോധ്യ നഗരവുമുണ്ട്. ധനധാന്യങ്ങൾ നിറഞ്ഞ ഈ നഗരിയെ മനു മഹാരാജാവാണ് നിർമ്മിച്ചിട്ടുള്ളത്. 12 യോജന നീളവും 3 യോജന വീതിയുമുള്ള ഈ പട്ടണത്തിലെ രാജപാതകൾ പ്രതിദിനം നിർമ്മലമാക്കി വെള്ളം തളിച്ച് പൂവിതറുക പതിവാണ്. ദേവേന്ദ്രൻ സ്വർഗത്തെ എന്ന പോലെ മഹാരാജാ ദശരഥൻ ഈ വലിയ രാജ്യത്തെ നല്ലതുപോലെ ഭരിച്ചു. കമാനത്തോടുകൂടിയ വാതിലുകൾ, വിസ്തൃത രാജവീഥികളിലെ സമൃദ്ധങ്ങളായ ആഭരണങ്ങൾ, എല്ലാ വിധത്തിലുള്ള യന്ത്രായുധങ്ങൾ, എല്ലാ തരത്തിലുമുള്ള ശില്പകലകളിൽ വിദഗ്ധന്മാർ, ഇങ്ങനെ അതുല്യ ശ്രീ ശോഭയാർന്ന അയോധ്യയിൽ സൂതന്മാർ, മാഗധന്മാർ എന്നിവർ തിങ്ങി താമസിക്കുന്നു. ശതഘ്നി എന്ന ആയുധവിശേഷം നിറഞ്ഞതും വാനുരുമുന്ന കൊടിമരങ്ങളോട് കൂടിയതുമായ വലിയ രാജധാനികൾ ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത്ര ആഴമുള്ള കിടങ്ങുകളോടുകൂടി അവിടെയുമുണ്ട്. ഉത്തമ സ്ത്രീരത്നങ്ങളാണ് അവിടെയുള്ളത്. നാട്യസംഘക്കാർ അതിധാരാളം. ചുറ്റും മതിലുകളുള്ള മനോഹരോദ്യാനങ്ങൾ യാതൊരു തെരുവിലും കാണാം. കുതിര, ആന, കാള, ഒട്ടകം, കഴുത തുടങ്ങിയ മൃഗങ്ങൾ സുലഭം. കപ്പമേകുവാൻ വന്ന സാമന്ത രാജാക്കന്മാർ, അന്യരാജ്യങ്ങളിൽ നിന്ന് എത്തിയ കച്ചവട പ്രമുഖന്മാർ എന്നിവരുടെ തിരക്ക് അതിധാരാളം. നിരന്ന ഭൂമി, രത്നഗൃഹങ്ങളിൽ സദ്ഗുണ സമ്പന്നകളാർന്ന സ്ത്രീകൾ, ഉത്തമ പുരുഷന്മാർ, ഇങ്ങനെ എല്ലാം കൊണ്ടും അമരാവതിക്ക് തുല്യമാണ് അയോധ്യ. ഭേരി മൃദംഗ നാദങ്ങളോടുകൂടി ഉയരുന്ന വീണാവേണുക്കളുടെ ഗാനം മധുരമായി ഉയരുന്നു. തപസിദ്ധിയാർന്നവരുടെ വിമാനം ഭൂമിയിൽ ഇറങ്ങിയതുപോലെയുള്ള അയോധ്യാപുരിക്ക് തുല്യമല്ല. കുബേരൻ്റെയും ഇന്ദ്രൻ്റെയും യമൻ്റെയും വരുണൻ്റെയും സാക്ഷാൽ സ്വയംഭൂ ബ്രഹ്മദേവൻ്റെയും വാസസ്ഥാനങ്ങൾ കൂടി. നിസ്സഹായൻ, ഭീരു തുടങ്ങിയവരിൽ അസ്ത്രം അയക്കുകയില്ല. ശബ്ദവേദികളായ അസ്ത്രങ്ങളെ അനായാസമായി അയക്കുവാൻ സാധിക്കുന്ന അസംഖ്യം മഹാരഥന്മാർ അയോധ്യയിൽ ഉണ്ട്. നരി, പന്നി, സിംഹം തുടങ്ങിയ ക്രൂരമൃഗങ്ങളിലാണ് നിശിതായുധങ്ങൾ പ്രയോഗിക്കുക. ഇങ്ങനെയുള്ള രണവിദഗ്ധരായവർ ഒന്നിച്ച് നരേന്ദ്രന്മാരിൽ ഉത്തമനായ ദശരഥ മന്നവൻ അയോധ്യ രാജ്യത്തെ പരിരക്ഷിച്ചു.
ഗുണസമ്പൂർണരും അഗ്നിതുല്യരുമായ ബ്രാഹ്മണവര്യന്മാർ വേദശാസ്ത്ര പാരംഗതന്മാരാണ്. സത്യരഥന്മാരായ മഹാത്മാക്കൾ മഹർഷിമാരെ പോലെയുള്ളവരാണ്. ഋഷീന്ദ്രന്മാരും അനേകം ഉണ്ട്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.